നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 5000 കോടി രൂപ ചെലവിൽ ഒരു വിവാഹം, 10,000 കോടിയിലധികം രൂപ ചെലവാണ് എന്ന് ഇന്ത്യയിലെ ചില മാധ്യമങ്ങൾ പറയുന്നു. മാസങ്ങളോളം നീണ്ട ആഘോഷങ്ങൾക്കൊടുവിലാണ് മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയും രാധികയും തമ്മിലുള്ള വിവാഹം ഇന്ന് ഇന്ത്യയിൽ നടക്കുക. ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് പ്രമുഖർ ഇന്ത്യയിലേക്കെത്തി. സംഗീത്, ഹൽദി തുടങ്ങി ആർഭാടമായ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾക്കാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഔട്ട്ലുക്ക് റിപ്പോർട്ട് പറയുന്നത് 5000 കോടി രൂപയോളം ചെലവിലാണ് മുകേഷ് അംബാനി ഈ വിവാഹം ഒരുക്കിയതെന്ന്. മുകേഷ് അംബാനിയുടെ ആസ്തിയുടെ 0.05% മാത്രമേ ഈ ചിലവ് വരൂ. മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലാണ് വിവാഹം. ആനന്ദിനെയും രാധികയെയും ആശീർവദിക്കാൻ താരലോകത്തെ നിരവധി പേരാണ് ഇപ്പോൾ മുംബൈയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കിം കർദാഷിയാൻ, ക്ലോയി കർദാഷിയാൻ, ഷാറൂഖ് ഖാൻ, പ്രിയങ്ക ചോപ്ര, നിക് ജോനാസ്, രാം ചരൺ, മുൻ UK പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ തുടങ്ങി പ്രമുഖ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും പിന്നെ താരലോകത്തെ പ്രമുഖരുമൊക്കെ. വ്യവസായ സിനിമാ ലോകത്തുള്ള നിരവധി വ്യക്തിത്വങ്ങൾ ഇതിനകം തന്നെ മുംബൈയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കിം കർദാഷിയാന്റെ ഇന്ത്യയിലേക്കുള്ള ആദ്യ വരവ്. സൗത്ത് മുംബൈയിലെ ഹോട്ടലിൽ കിം കർദാഷിയാൻ എത്തിയ ഉടൻ തന്നെ പരമ്പരാഗത രീതിയിൽ സ്വാഗതം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. മാർച്ചിൽ ജാംനഗറിൽ വെച്ചാണ് ആനന്ദിന്റെയും രാധികയുടെയും പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ലോകത്തെ ഏറ്റവും മികച്ച ഗായകരായ റിഹാന, അർജിത് സിംഗ്, ദിൽജിത്ത് ദോസാഞ്ച് തുടങ്ങിയവരുടെ സംഗീത ദിശയും അന്ന് അരങ്ങേറിയിരുന്നു. പിന്നാലെ ജസ്റ്റിൻ ബീബർ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയിലെത്തി ഈ ആഘോഷ പരിപാടികളിൽ പങ്കുചേർന്നു. മാർക്ക് സുക്കർബർഗ് ഉൾപ്പെടെ വ്യവസായ ലോകത്തെ പ്രമുഖർ, സൽമാൻ ഖാൻ, ജാൻവി കപൂർ, രൺവീർ സിംഗ് തുടങ്ങിയവരൊക്കെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഗുജറാത്തിലെ ജാംനഗറിലും ഇറ്റലിയിലെ ആഡംബരക്കപ്പലിലുമൊക്കെ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾ. അംബാനി കുടുംബം ഇപ്പോൾ ആഘോഷ തിമിർപ്പിലാണ്. ആനന്ദ് അംബാനിയുടെ കഥ പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ മാത്രമേ അവരുടെ സന്തോഷത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാവൂ. ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ, ഫോർച്യൂൺ 500 സ്ഥാപനങ്ങളിൽ നിന്നുള്ള ബിസിനസ് പ്രമുഖർ, മുൻനിര ആഗോള നിക്ഷേപകർ എന്നിവരുടെ സംഗമവേദി കൂടിയായി ഇപ്പോൾ മുംബൈ. ഒരിക്കലും താൻ വിവാഹം കഴിക്കില്ല എന്നൊരിക്കൽ ആനന്ദ് അംബാനി പറഞ്ഞിരുന്നു. നന്നേ ചെറുപ്പത്തിൽ ആസ്മരോഗം വല്ലാതലട്ടിയിരുന്നു ആനന്ദ് അംബാനിയെ. ആസ്മയ്ക്കുള്ള ചികിത്സ ആനന്ദ് അംബാനിയിൽ വളർത്തിയത് പൊണ്ണത്തടി എന്ന രോഗമാണ്. 2015 എത്തിയതോടെ 208 കിലോഗ്രാം ഭാരം. കുഞ്ഞാനന്ദിന്റെ ഈ പൊണ്ണത്തടി അംബാനി കുടുംബത്തെ വല്ലാതെ വേദനിപ്പിച്ചു. പലപ്പോഴും മുകേഷ് അംബാനി കരഞ്ഞിട്ടുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. മകന്റെ പൊണ്ണത്തടിക്ക് മുന്നിൽ നിസ്സംഗരായി നിൽക്കാനേ ആ മാതാപിതാക്കൾക്ക് കഴിഞ്ഞുള്ളൂ. എന്നാൽ രാധിക എന്ന പെൺകുട്ടിയെ അവൻ കണ്ട അന്നു മുതൽ പ്രണയം വല്ലാത്തവന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു. രാധികയെ കാണുമ്പോഴൊക്കെ തന്റെ മനസ്സിലുള്ളത് ഭൂകമ്പമാണ് എന്ന് ആനന്ദ് അംബാനി തന്റെ സുഹൃത്തുക്കളോട് പറയും. അത്രമാത്രം താൻ അവളെ സ്നേഹിച്ചിരുന്നുവെന്ന്. രാധികയ്ക്കും ആനന്ദ് അംബാനിയെ വല്ലാതിഷ്ടം. എന്നാൽ 208 കിലോ എന്ന ഭാരം അവനെ വല്ലാതെ വേദനിപ്പിച്ചു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അവനെ ചികിത്സയ്ക്ക് വിധേയനാക്കി മുകേഷ് അംബാനി. എന്നാൽ അവൻ്റെ പൊണ്ണത്തടിക്ക് യാതൊരുവിധ കുറവുമില്ല. 208 കിലോയിൽ നിന്ന് വീണ്ടും പൊണ്ണത്തടി വളർന്നു കയറുമോ എന്ന കുടുംബം ഭയപ്പെട്ടു. തൻ്റെ അമിതമായ ശരീരഭാരം ഇല്ലാതാക്കി മാത്രമേ താൻ രാധികയെ വിവാഹം കഴിക്കൂ എന്ന് ആനന്ദ് അംബാനി രാധികയ്ക്ക് വാക്കുകൊടുക്കുന്നു. ശരീരഭാരം എനിക്ക് പ്രശ്നമല്ല, നിന്റെ മനസ്സിനെയാണ് ഞാൻ സ്നേഹിച്ചത് എന്ന് രാധിക പറഞ്ഞു. പക്ഷേ ആനന്ദ് അംബാനി അതിന് തയ്യാറായില്ല. ആസ്മയ്ക്ക് സ്റ്റിറോയിഡുകൾ കഴിക്കേണ്ടി വന്നതാണ് അവന്റെ ശരീരഭാരം ഇത്രയധികം വർദ്ധിക്കാൻ ഇടവരുത്തിയത് എന്ന് നീത അംബാനി ഒരിക്കൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. തന്റെ ശരീരഭാരം ഏതുവിധേനയും കുറയ്ക്കാനുള്ള തീരുമാനം ആനന്ദ് അംബാനി കൈക്കൊള്ളുന്നത് 2017-ൽ. അന്നവൻ ശരീരഭാരം കുറയ്ക്കാനായി ഫിറ്റ്നസ് കോച്ച് വിനോദ് ചെന്നയെ സമീപിക്കുന്നു. മുകേഷ് അംബാനിയും വേണ്ടത്ര ആത്മവിശ്വാസം അവന് പകർന്നുകൊടുത്തു. പിന്നീട് ലോകം കണ്ടത് അത്ഭുതത്തിന്റെ ചില കാഴ്ചകളാണ്. വെറും 18 മാസങ്ങൾ കൊണ്ട് 108 കിലോ തന്റെ ശരീരത്തിൽ നിന്നും കത്തിച്ചു കളയുന്ന ആനന്ദ് അംബാനിയെ. കുറഞ്ഞ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, നാരുകളടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി. ദിവസവും 5 മുതൽ 6 മണിക്കൂർ വരെ പ്രഭാത വ്യായാമം. അതിരാവിലെ ഉറക്കമുണർന്ന് ആനന്ദ് അംബാനി നടന്നുകൂട്ടിയത് 21 കിലോമീറ്ററുകളോളം ദൂരം. ഓരോ ദിവസവും അവൻ 21 കിലോമീറ്റർ ദൂരം
നടപ്പിനും ഓട്ടത്തിനുമായി ഉപയോഗിച്ചു. അതിനു പിന്നാലെ 6-7 മണിക്കൂർ വ്യായാമം, യോഗ, സ്ട്രെങ്ത് ട്രെയിനിങ്, വഴക്കമുള്ള വ്യായാമങ്ങൾ, കാർഡിയോ തുടങ്ങി കഠിനമായ വ്യായാമ മുറകൾ. ഇതിനു പുറമെ ഉറക്കം, സമ്മർദ്ദം നിയന്ത്രിക്കുക തുടങ്ങിയ ജീവിതശൈലി മാറ്റങ്ങൾ. ഡയറ്റിനും വ്യായാമത്തിനും പുറമെ അവൻ ഫിറ്റ്നസ് പ്ലാനിൽ മറ്റു ചിലത് കൂടി ഉൾപ്പെടുത്തി. ഇത്തരമൊരു ഫിറ്റ്നസ് പ്ലാനാണ് ശരീരഭാരം കുറയ്ക്കാൻ അവനെ സഹായിച്ചത്. അസാധ്യമെന്ന് തോന്നിയ ഒരു കാര്യം, ശരീരഭാരം കുറച്ച് ആനന്ദ് അംബാനി ഒരു മിടുമിടുക്കനായപ്പോൾ അംബാനി കുടുംബത്തിന് അത് ഏറ്റവും വലിയ ആഘോഷവേളയായി. ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുകേഷ് അംബാനിയുടെ ഇളയ മകനാണ് ആനന്ദ് അംബാനി. കഴിഞ്ഞ വർഷമായിരുന്നു ആനന്ദ് അംബാനിയുടെ വിവാഹ നിശ്ചയം. രാജസ്ഥാനിലെ ശ്രീനാഥ്ജി ക്ഷേത്രത്തിൽ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന അവരുടെ ലോക്കി റോക്ക ചടങ്ങ് വാർത്തകളിൽ വലിയ ഇടം നേടി. പിന്നീട് രാജ്യം കണ്ട ഏറ്റവും വലിയൊരു വിരുന്നാണ് ആനന്ദ് അംബാനിക്ക് വേണ്ടി അംബാനി കുടുംബം ഒരുക്കിയത്. വ്യവസായികളും ബോളിവുഡ് താരങ്ങളുമൊക്കെ ആ ചടങ്ങിനെത്തി. കുട്ടിക്കാലം മുതൽ അവൻ്റെ സുഹൃത്തായിരുന്നു രാധിക മർച്ചന്റ്. അനന്തിൻ്റെയും രാധികയുടെയും ഒക്കെ പ്രണയകഥകളാണ് പിന്നീട് വാർത്തകളിൽ ഇടം പിടിച്ചത്. 2018 അനന്ത് അംബാനിയും രാധിക മർച്ചന്റും തമ്മിലുള്ള ആദ്യ ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത്. അന്ന് അനന്ത് അംബാനിയെ നമ്മൾ കണ്ടത് ശരീരഭാരം ഒരുപാടുള്ള ഒരു പൊണ്ണത്തടിയനായി. 2018 ഇഷ അംബാനി ആനന്ദ് പിരാമൽ വിവാഹത്തിലും 2019 ആകാശ് അംബാനി ശ്ലോക മേത്തയുടെ വിവാഹത്തിലുമൊക്കെ രാധിക മർച്ചന്റ് പങ്കെടുത്തിരുന്നു. 2018 മുതൽ രാധികയും അനന്ത് അംബാനിയും തമ്മിൽ ഡേറ്റിംഗിലായിരുന്നുവെന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ. കോടീശ്വരനായ വിരേൻ മർച്ചന്റിന്റെയും ഷൈല മർച്ചന്റിന്റെയും മകളാണ് രാധിക മർച്ചന്റ്. നൂതന ഓൺലൈൻ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോമായ എൻകോർ ഹെൽത്ത് കെയറിന്റെ CEO ആണ് വിരേൻ മർച്ചന്റ്. ഇന്ത്യയിലെ ഏറ്റവും ധനികരായ ബിസിനസ്സുകാരിൽ ഒരാൾ തന്നെയാണ് എൻകോർ നാച്ചുറൽ പോളിമർ പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമ. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദം നേടിയത് രാധിക മർച്ചന്റ്. മകന്റെ വിവാഹത്തിനായി പണമൊഴുക്കുന്നതിൽ മുകേഷ് അംബാനി എന്ന അച്ഛൻ ഒരു പിശുക്കും കാണിക്കുന്നില്ല. എങ്കിലും മറ്റു ചില രസകരമായ വിമർശനങ്ങളും ഇപ്പോൾ ഉയർന്നു കാണുന്നു. ഏഷ്യയിലെ ഏറ്റവും ധനികനായ മനുഷ്യനാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യക്കാരൻ തൻ്റെ മക്കളുടെ വിവാഹത്തിന് ചെലവഴിക്കുന്ന അത്രയും തുക മുകേഷ് അംബാനി ചെലവഴിക്കുന്നില്ല എന്നാണ് ചില റിപ്പോർട്ടുകൾ. കാരണം അദ്ദേഹത്തിൻ്റെ ആകെ ആസ്തിയുടെ 0.5% മാത്രമാണ് മകന്റെ വിവാഹ ആഘോഷങ്ങൾക്കായി അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നത്. 50 ലക്ഷം മുതൽ 1 കോടി വരെ ആസ്തിയുള്ള ഒരു ഇന്ത്യക്കാരൻ സാധാരണ അവരുടെ കുട്ടിയുടെ വിവാഹത്തിന് 10 മുതൽ 15 ലക്ഷം രൂപ വരെ ചെലവഴിക്കുമെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഈ അനുപാതം നോക്കുമ്പോൾ മുകേഷ് അംബാനിയുടെ 5000 കോടി ഒന്നുമല്ല. ഒരുപക്ഷെ മുകേഷ് അംബാനിയെ സംബന്ധിച്ച് ഈ ചിലവ് കടലിലെ ഒരു തുള്ളി വെള്ളം പോലെ മാത്രം. അംബാനി ദിവസവും 3 കോടി വീതം ചെലവഴിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ സമ്പത്തില്ലാതാകാൻ ദശാബ്ദങ്ങൾ വേണ്ടിവരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അനന്ത് അംബാനിയുടെ 108 കിലോഗ്രാം ശരീരഭാരം വെറും 18 മാസങ്ങൾ കൊണ്ട് കുറച്ച് എടുത്ത ഫിറ്റ്നസ് ട്രെയിനർ വിനോദ് ഛന്നയെക്കുറിച്ചും നമ്മൾ ചിലതൊക്കെ മനസ്സിലാക്കണം. ചെറുപ്പത്തിൽ ശരീരം വലിച്ചതിന്റെ പേരിൽ ഏറെ പരിഹാസങ്ങൾ കേട്ടിരുന്ന വ്യക്തിയാണ് വിനോദ് ഛന്ന. പ്രധാന ഭക്ഷണമടക്കം താൻ ഒഴിവാക്കിയിരുന്ന ചെറുപ്പകാലത്തെക്കുറിച്ച് അദ്ദേഹം അഭിമുഖങ്ങളിൽ പറയും. ഫിറ്റ്നസ് ട്രെയിനിങ് മേഖലയിലേക്ക് കടന്നുവരുന്നതിന് മുൻപ് ഹൗസ് കീപ്പിംഗ്, സെക്യൂരിറ്റി ജോലികളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെലിബ്രിറ്റികളുടെ ഫിറ്റ്നസ് ട്രെയിനർ. തന്റെ അമിതഭാരം കുറയ്ക്കണമെന്ന് അനന്ത് അംബാനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് ഛന്ന ചില അഭിമുഖങ്ങളിൽ പറയുന്നു. അധികമായി ഭക്ഷണം കഴിക്കുന്ന ശീലം, ജങ്ക് ഫുഡിനോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം തുടങ്ങിയവയൊക്കെ തനിക്ക് വെല്ലുവിളിയായിരുന്നു. എന്നാൽ കൃത്യമായ ഡയറ്റ് പ്ലാൻ തയ്യാറാക്കി നൽകി ഛന്ന കൂടെ നിന്നു. അതിനൊപ്പം അനന്ത് അംബാനിയും തൻ്റെ ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി. മുകേഷ് അംബാനിയുടെ പണം മാത്രമല്ല അനന്ത് അംബാനിയുടെ ശരീരഭാരം കുറച്ചെടുക്കുന്നതിൽ സഹായിച്ചത് അനന്ത് അംബാനിയുടെ നിശ്ചയദാർഢ്യം തന്നെ. എത്രമാത്രം പണം കയ്യിലുണ്ടെങ്കിലും ചിലതൊക്കെ നമ്മൾ നേടണമെങ്കിൽ വലിയ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും വേണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് അനന്ത് അംബാനിയുടെ ഈ രൂപമാറ്റം. അംബാനി കുടുംബം മാത്രമല്ല, ആ വ്യവസായ ലോകത്തോട് ചേർന്ന് നിന്നവർക്കൊക്കെ വലിയ വേദനയായിരുന്നു അനന്ത് അംബാനിയുടെ അമിതമായ ശരീരഭാരം. എപ്പോഴും കുടുംബത്തെ ചേർത്തുപിടിക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുക മുകേഷ് അംബാനിയുടെ ഒരു രീതിയാണ്. നിത അംബാനിയോടൊപ്പമുള്ള ചിത്രങ്ങൾ എപ്പോഴും മുകേഷ് അംബാനി തൻ്റെ ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ പങ്കുവയ്ക്കും. സമാനമാണ് മക്കളെ ചേർത്ത് പിടിക്കുന്ന ആ ശൈലി. അംബാനി കുടുംബം എപ്പോഴും അങ്ങനെയൊക്കെ തന്നെ.
മുകേഷ് അംബാനി ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനായി തുടരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ അനിൽ അംബാനി വ്യവസായ ലോകത്ത് തകർന്ന് തരിപ്പണമായി വീഴുന്ന കഥ നമ്മൾ കേട്ടിരുന്നു. പിന്നീട് സ്വന്തം സഹോദരനെ പാപ്പരത്വത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയത് അതേ മുകേഷ് അംബാനി തന്നെയാണ്. ധീരുഭായ് അംബാനി കാട്ടിക്കൊടുത്ത വഴിയിലൂടെ മുകേഷ് അംബാനി വളർന്നു കയറി. ഇപ്പോൾ മക്കളുടെ കാലമാണ്. മക്കളെ ചേർത്ത് പിടിക്കുന്ന അച്ഛൻ്റെ സ്നേഹം മാത്രമല്ല, ഒരു വ്യവസായ ലോകത്തെ കുടുംബത്തോട് ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. 5000 കോടിയുടെ ഈ വിവാഹ മാമാങ്കത്തെ നമുക്ക് വേണമെങ്കിൽ വിമർശിക്കാം, പരിഹസിക്കാം. പക്ഷേ ന്യൂയോർക്ക് ടൈംസിലും BBC-യിലും CNN-ലുമൊക്കെ വലിയ വാർത്തയാണ് ഇന്ത്യയിലെ ഈ ആഡംബര വിവാഹം. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചിരിക്കുന്ന സെലിബ്രിറ്റികളുടെ കഥകൾ ഇപ്പോൾ CNN-ഉം ന്യൂയോർക്ക് ടൈംസും ഒക്കെ പങ്കുവെക്കുന്നു. അതിൻ്റെ ആത്യന്തിക ഗുണം ഇന്ത്യക്ക് തന്നെ. ഇന്ത്യയുടെ ടൂറിസത്തിന് ഇത് വലിയ പ്രോത്സാഹനമാകുമെന്ന് വിലയിരുത്തുന്നവർ ഏറെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.